ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ NDA പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആലത്തൂർ മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ കൊടിയത്തൂരിൽ നടന്നു. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ 4 മലയാളികൾ ഉൾപ്പെടെ എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. 2023-24 സാമ്പത്തിക വർഷത്തിൽ രാജ്യം കയറ്റുമതിയിൽ വളർച്ച കൈവരിച്ചതായും ഇറക്കുമതി കുറഞ്ഞതായും വാണിജ്യ മന്ത്രാലയം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. 17 സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപ് ഉൾപ്പെടെ 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിലാണ് വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും രാജസ്ഥാനിൽ 12ഇടത്തും ഉത്തർപ്രദേശിലെ 8ഉം മധ്യപ്രദേശിലെ 6ഉം സീറ്റുകളിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. മഹാരാഷ്ട്രയിലെയും ഉത്തരാഖണ്ഡിലെയും അസമിലെയും 5 സീറ്റുകളിലും 19നാണ് വോട്ടെടുപ്പ്. മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളും താരപ്രചാരകരും ആവേശകരമായ പ്രചാരണം തുടരുകയാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ബീഹാറിൽ NDA പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. കോൺഗ്രസും സഖ്യകക്ഷികളും ഭരണഘടനയെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നു എന്ന ആരോപണം അദ്ദേഹം ഗയയിൽ നടന്ന പൊതുയോഗത്തിൽ ഉയർത്തി. BJP ഭരണഘടന തിരുത്തുമെന്ന തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ പരത്താൻ പ്രതിപക്ഷം ശ്രമിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. ഭരണഘടനയുടെ യഥാർത്ഥ സത്ത ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിലെ പൂർണിയയിലും അദ്ദേഹം ഇന്ന് പൊതുയോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാളിലെ ബാലൂർഘട്ടിലും റായ്ഗഞ്ചിലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലികളെയും ശ്രീ മോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം കേരളത്തിൽ ആവേശകരമായി തുടരുന്നു. ഈ മാസം 26-നാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. സ്ഥാനാർത്ഥികൾക്കും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾക്കും പുറമെ ദേശീയ നേതാക്കളും പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തിരുവനന്തപുരത്തും തൃശൂരും NDA പ്രചാരണ യോഗത്തെ അഭിസംബോധന ചെയ്തിരുന്നു. കോൺഗ്രസ് നേതാവും വയനാട് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി കൊടിയത്തൂരിൽ ഇന്ന് റോഡ് ഷോയിൽ പങ്കെടുത്തു. BJPക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച അദ്ദേഹം ജനങ്ങളെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടുന്നതായും കർഷക പ്രശ്നങ്ങളെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും ഭരണപക്ഷം ഒന്നും പറയുന്നില്ലെന്നും ആരോപിച്ചു. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലും ശ്രീ രാഹുൽ ഗാന്ധി ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത്. തിരുവമ്പാടി, ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങളിലും അദ്ദേഹം ഇന്ന് പര്യടനം നടത്തും. മുതിർന്ന കോൺഗ്രസ് നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ ഇന്ന് തിരുവനന്തപുരത്ത് UDF പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് ആലത്തൂർ മണ്ഡലത്തിൽ LDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. കോൺഗ്രസ് നടപ്പാക്കിയ അതേ നയങ്ങളാണ് BJP പിന്തുടരുന്നതെന്നും ഇത് ജനങ്ങൾക്ക് അനുകൂലമായ നയങ്ങളല്ലെന്നും വടക്കാഞ്ചേരിയിൽ നടന്ന യോഗത്തിൽ അദ്ദേഹം ആരോപിച്ചു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് BJP നയങ്ങളെയും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. ആലത്തൂരിലും നെന്മാറയിലും നടക്കുന്ന പൊതുയോഗങ്ങളിലും മുഖ്യമന്ത്രി ഇന്ന് പങ്കെടുക്കും. CPIM CPI ദേശീയ നേതാക്കളും സംസ്ഥാനത്ത് പ്രചാരണം തുടരുകയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കല്ലറയിൽ നടന്ന LDF പ്രചാരണ പരിപാടിയിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പങ്കെടുത്തു. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇരിക്കൂറിൽ നടന്ന LDF റാലി CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമായ ലക്ഷദ്വീപിൽ വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കും. അർഹരായ പരമാവധി വോട്ടർമാരെ ദ്വീപുകളിൽ എത്തിക്കുന്നതിന് വേണ്ട കപ്പൽ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയതായി ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. ലോക്സഭയിലേക്കും ഒഡീഷ നിയമസഭ, തെലങ്കാന, ഉത്തർപ്രദേശ് നിയമസഭ ഉപതെരഞ്ഞെടുപ്പുകൾക്കുമുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക BJP ഇന്ന് പുറത്തിറക്കി. മഹാരാഷ്ട്ര, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 7 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് പാർട്ടി പ്രഖ്യാപിച്ചത്. പഞ്ചാബിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 4 സ്ഥാനാർത്ഥികളുടെ പട്ടിക ആം ആദ്മി പാർട്ടി പുറത്തിറക്കി. ജഗദീപ് സിംഗ് കാഗ ബ്രാർ ഫിറോസ്പൂരിൽ നിന്നും അമൻഷർ സിംഗ് ഗുരുദാസ്പൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കും. ജലന്ധറിൽ നിന്ന് പവൻകുമാർ ടിനുവും ലൂധിയാന പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് അശോക് പരാശർ പാപ്പിയുമാണ് മത്സരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം.
ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ 4 മലയാളികൾ ഉൾപ്പെടെ എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ചരക്കു കപ്പലിലെ ഇന്ത്യക്കാരെ കാണാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അനുമതി ലഭിച്ചു. വിഷയത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ദുൽ ഹെയ്നിയുമായി ഞായറാഴ്ച ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ചരക്കു കപ്പലിൽ 4 മലയാളികൾ ഉൾപ്പെടെ 17 ഇന്ത്യക്കാരാണുള്ളത്. ആകെ 25 ജീവനക്കാർ കപ്പലിലുണ്ട്. രാജ്യത്തെ മൊത്തം കയറ്റുമതി 2023-24 സാമ്പത്തിക വർഷത്തിൽ $776.68 ബില്യൺ എത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം. കയറ്റുമതിയിൽ മുൻ വർഷത്തേക്കാൾ വർധന രേഖപ്പെടുത്തിയതായും മന്ത്രാലയം വ്യക്തമാക്കി. 2023-24 സാമ്പത്തിക വർഷത്തിൽ മൊത്തം ഇറക്കുമതി $854.80 ബില്യൺ ആയിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മുൻ സാമ്പത്തിക വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇറക്കുമതി 4.81% കുറഞ്ഞതായും മന്ത്രാലയം വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ദൂരദർശനിൽ ദി കേരള സ്റ്റോറി എന്ന ചിത്രം പ്രദർശിപ്പിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി KG സൂരജ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. കഴിഞ്ഞ വർഷം മെയ് മാസം റിലീസ് ചെയ്ത ചിത്രത്തിന്റെ പ്രദർശനം തടയാൻ കഴിയില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടും ദൂരദർശനിൽ സിനിമ പ്രദർശനം പൂർത്തിയാക്കിയ സാഹചര്യവും പരിഗണിച്ച് ആണ് ഹൈക്കോടതി ഹർജി തള്ളിയത്. എക്സാലോജിക്ക് CMRL പണമിടപാട് കേസിൽ CMRL കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, സീനിയർ മാനേജർ, സിസ്റ്റംസ് മാനേജർ എന്നിവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ഇന്നലെ ഉച്ചയോടെ കൊച്ചി ED ഓഫീസിൽ ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇന്നും തുടരുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയാണ് എക്സാലോജിക്. അതിനിടെ CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയ്ക്ക് ഇന്ന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED സമൻസ് അയച്ചു. ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഹാജരാക്കാത്ത സാഹചര്യത്തിലാണ് ഇത്. കശ്മീർ താഴ്വരയിൽ ഝലം നദിയിലെ ഗന്ദർബാലിൽ ഇന്ന് രാവിലെ ബോട്ട് മറിഞ്ഞ് 4 പേർ മരിച്ചു. കുട്ടികൾ ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേർ ശ്രീനഗറിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന കളിയിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഹൈദരാബാദ് 25 റൺസിന് പരാജയപ്പെടുത്തി. ഹൈദരാബാദ് ഉയർത്തിയ 288 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 262 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ATK മോഹൻ ബഗാൻ മുംബൈ സിറ്റിയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇന്ത്യൻ സൂപ്പർ ലീഗ് വിന്നേഴ്സ് ഷീൽഡ് സ്വന്തമാക്കി. ഇതോടെ പോയിന്റ് നിലയിൽ മോഹൻ ബഗാൻ 1-ാമതും മുംബൈ സിറ്റി 2-ാം സ്ഥാനത്തുമായി. ഈ മാസം 19 മുതൽ ISL പ്ലേ ഓഫ് എലിമിനേറ്റർ മത്സരം ആരംഭിക്കും. ഇറാന്റെ ആക്രമണത്തിന് മറുപടി നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ യുദ്ധ മന്ത്രിസഭ 2-ാം തവണ വിളിച്ചു ചേർത്തു. നിലവിൽ തീരുമാനങ്ങളൊന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചതായി ഇറാൻ സൂചന നൽകിയെങ്കിലും ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ഈ മാസം 1-ന് സിറിയയിലെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡർമാരെ കൊലപ്പെടുത്തിയതിനെതിരെയാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്ന് ടെഹ്റാൻ പ്രതികരിച്ചു. കാലവർഷം നേരത്തെയാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സാധാരണ നിലയിലും കൂടുതൽ മഴ ലഭിക്കും. ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ കുറയാനാണ് സാധ്യത. എന്നാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മഴ വീണ്ടും ശക്തമാകും. ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴ ലഭിക്കും. ബഹുജൻ സമാജ് പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 11 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. വാരാണസിയിൽ പ്രധാനമന്ത്രിയും BJP സ്ഥാനാർത്ഥിയുമായ നരേന്ദ്രമോദിക്കെതിരെ അധർ ജമാൽ ലാരിയെയാണ് BSPയുടെ സ്ഥാനാർത്ഥി. മെയിൻപുരി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ മാറ്റി പകരം ശിവപ്രസാദ് യാദവിന് ടിക്കറ്റ് നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ NDA പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആലത്തൂർ മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ കൊടിയത്തൂരിൽ നടന്നു. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ 4 മലയാളികൾ ഉൾപ്പെടെ എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. 2023-24 സാമ്പത്തിക വർഷത്തിൽ രാജ്യം കയറ്റുമതിയിൽ വളർച്ച കൈവരിച്ചതായും ഇറക്കുമതി കുറഞ്ഞതായും വാണിജ്യ മന്ത്രാലയം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.